ഹലോ, അച്ചു സലഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്. അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് ആവാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. നമ്മൾ മൈൻഡും നമ്മൾ ഫുൾ മെൻ്റലി നമ്മൾ ഡൗൺ ആകുമ്പോൾ പിന്നെ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഇതുപോലൊരു പോസിറ്റീവ് വൈബ് നല്ലതായിരിക്കും. ഈ ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണേ, ചിലവർക്കൊക്കെ മനസ്സിലാക്കണേ ഏതാ അമ്പലമെന്ന്. ഇത് നമ്മുടെ പാറേക്കോവിലാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്ത് തിരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പാറേക്കോവിൽ. ഞാനൊരു 5-6 വർഷത്തിന് മുമ്പ് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് ഒന്നും കൂടെ ഒന്ന് പോകണമല്ലോ എന്ന് വെച്ച്. ഈ അമ്പലത്തിൻ്റെ ശരിക്കുള്ള പേര് തൃച്ചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇവിടെ നമ്മളെ കൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു 5000 വർഷം പഴക്കമുണ്ട്. നമ്മളെ വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ പണിയെഴുപ്പിച്ച ഒരു അമ്പലവും കൂടെയാണ്. ഇത് പാറ മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പാറേക്കോവിലെന്നും കൂടെ പറയുന്നത്. ഏകദേശം ഒരു 100ഓളം സ്റ്റെപ്പ് വരും. നമ്മൾ കയറിയിട്ട് വേണം നമ്മൾ മുകളിലെത്താൻ. വലിയ നിങ്ങൾ കരുതും പോലെ അത്ര വലിയ ക്ഷീണിക്കുന്ന തരത്തിൽ നമ്മൾ മുകളിൽ എത്തില്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ കയറി മുകളിലെത്താൻ പറ്റും. നമ്മൾ ആ മുകളിൽ എത്തുമ്പോൾ ഉള്ളൊരു കാഴ്ച അത് വേറെ ഒരു ലെവലാണ് കേട്ടോ. ആ വൈബിനും കൂടെ വേണ്ടിയാണ് ഞാൻ പോയത്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ നമ്മൾ വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ നമ്മളെ ഭീമനും അർജുനും ദ്രൗപദിക്ക് വേണ്ടി നമ്മളെ ശ്രീകൃഷ്ണനെ ആരാധിക്കാനും പൂജിക്കാനും വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് പണിയെഴുപ്പിച്ച ഒരു അമ്പലവും കൂടിയാണ് നമ്മളെ ഈ പാറേക്കോവിൽ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് കേട്ടോ. പാറ മുകളിൽ ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് നമ്മളെ ദ്രൗപദിക്ക് വേണ്ടി ഭീമനും അർജുനും കൂടെ പണിയെഴുപ്പിച്ച അത്രയും ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മളത് സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. നല്ല രസമല്ലേ കാണാൻ. ഞാൻ രാവിലെയാണ് കേട്ടോ പോയ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര അതെങ്ങനെ അറിയിക്കുന്നതിന് ഇവിടെ അവിടെ ചെന്നാലേ ആ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ഹോൾ ട്രിവാൻഡ്രം സിറ്റി കാണുന്ന രീതിക്കാണത് ഫുള്ള്. കുറേ നേരം അവിടെ നിൽക്കാനും നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വൈബ് എന്ത് വേണം നമുക്ക് പറയാം. വല്ലാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞ് ഈ എൻട്രൻസിൽ കൂടെ വേണം നമുക്ക് കയറി പോകാം. പിന്നെ അവിടെ ക്യാമറയൊന്നും അലൗഡ് അല്ല. ഇത്രയും നമ്മൾ കുറച്ച് ഭാഗത്തു കൂടെ മാത്രമേ നമുക്ക് ക്യാമറ അലൗഡ് ഉള്ളൂ. അകത്തൊന്നും അലൗഡ് അല്ല. പിന്നെ അവിടുത്തെ കുറച്ച് ക്ഷേത്രാചാര മര്യാദകളെന്ന് പറഞ്ഞ് കുറച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ പിന്നെ താഴെ കുറച്ച് വീടുകളും ചുറ്റും അവിടെ ഉള്ളതെല്ലാം നല്ല നല്ല കാഴ്ചകളും വ്യൂസുമാണ്. അതൊക്കെ നമുക്ക് കണ്ടിങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കാം. പിന്നെ അതുവഴിയാണ് നമ്മളെ മെയിൻ എൻട്രൻസ്, മെയിൻ നടയിൽ കയറി പോകുന്നത്. നമ്മൾ ആ ഒരു പടി കയറിയിട്ടാണ്. പിന്നെ അതിന് ചുറ്റും നമ്മൾ അവിടെ മറ്റേ കൗണ്ടറും അർച്ചന കൗണ്ടറും പ്രസാദം വരുന്നുണ്ട്. പിന്നെ ഞാൻ കയറി ഒന്ന് ഭഗവാന്റെ നടയിൽ ഒരു അർച്ചനയൊക്കെ കഴിപ്പിച്ചു. എനിക്കത് ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നി. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറുമ്പോഴൊരു നമ്മൾ വൃത്താകൃതിയിൽ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. അതിൽ 4 വാതിലുണ്ട്. അതിൽ 3 വാതിൽ മാത്രമേ പണിയെഴുപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് 4ാമത്തെ വാതിൽ പണിയെഴുപ്പിക്കുമ്പോഴേക്കും അത് രാവിലെ ആവുകയും, അതുകൊണ്ട് 4ാമത്തെ വാതിൽ ഇപ്പോഴും കിളിവാതിലായിട്ടാണ്. അത് കണ്ടായിരുന്നോ? അപ്പം പണിയെഴുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്, കിളിവാതിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന തീർത്ഥകുളമാണ്. അപ്പം ഇതിലും ഒരു ഐതിഹ്യമുണ്ട്. നമ്മൾ ദ്രൗപദിക്ക് കൃഷ്ണഭഗവാനെ ആരാധിക്കാൻ അഭിഷേകം ചെയ്യാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് വളരെ ഭക്തിയോടെ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചപ്പം നമ്മളെ പാറ പൊട്ടി ഒരു തീർത്ഥക്കുളം ഉണ്ടായി. അത് ഒരിക്കലും നമ്മളെ വറ്റൂല എന്നാണ് ഒരു ഐതിഹ്യം. ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാലേ, സത്യം പറഞ്ഞാലേ, നമുക്ക് അവിടെ പോയി അങ്ങനെ നിന്ന് നോക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ തോന്നും. പിന്നെ ഇതാണ് തീർത്ഥക്കുളം കേട്ടോ. തീർത്ഥക്കുളം ഒരിക്കലും വറ്റില്ല എന്നാണ് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ എത്ര വേനലാണെങ്കിലും വറ്റില്ല. പിന്നെ നല്ല മഴ സമയത്താണെങ്കിൽ അത് ഓവർഫ്ലോയും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു തീർത്ഥക്കുളമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ അമ്പലത്തിൽ ഇങ്ങനെ ഈ വ്യൂവും കണ്ട് ബാക്കിൽ ഇങ്ങനെ കൃഷ്ണ ഭഗവാന്റെ ഓരോ പാട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതും കേട്ട് ആ ഒരു
തീയോടെ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ ഇതാണ്. ഇവിടെ പഞ്ചപാണ്ഡവൻ്റെ മറ്റേ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പിക്ചറൊക്കെ കൊടുത്ത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദ്രൗപദി ആയിട്ട് പഞ്ചപാണ്ഡവന്മാർ അങ്ങനെ നിൽക്കുന്ന ആ പാറയുടെ മുകളിൽ അങ്ങനെ വെച്ചിരിക്കുന്ന. പിന്നെ ഞാൻ ആ പാറയിൽ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. വല്ലാത്തൊരു മനസ്സമാധാനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സീരിയസ്ലി വല്ലാത്ത ഒരു പീസ്ഫുള്ളായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ അമ്പലത്തിൽ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവിടെ പോകുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് മാധവസ്വാമി ആശ്രമമാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ അന്തേവാസികൾക്ക് തന്നെ താമസിക്കാനുള്ള ഒരു താഴെ തന്നെ ഉള്ള ഒരു മാധവസ്വാമി ആശ്രമമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. ഓക്കെ.